അസ്സലാമലൈക്കും, വെൽക്കം ടു ഫാരിഷാസ് കിച്ചൺ ആൻഡ് ക്യാൻവാസ്. ഇന്ന് ഞാൻ നല്ല ചൂടുള്ള സുലൈമാനിയുടെ കൂടെ ഒരു പരിപ്പ് വട ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയുന്നതായിരിക്കും പരിപ്പ് വട, പക്ഷേ പലർക്കും പരിപ്പ് വട ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആയ പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പരിപ്പ് വടയുടെ റെസിപ്പി ഇട്ടിട്ട് തന്നെ ബാക്കി. അതിനായി 1 കപ്പ് കടലപ്പരിപ്പ്, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പരിപ്പ് ഇങ്ങനെയാണ്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചു. 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കുക. ശേഷം പച്ചമുളക് ആവശ്യത്തിന് 2 ഉണക്കമുളക് എടുത്തു, വേപ്പില, അതുപോലെ ഇഞ്ചി, സവാള. ഒരു സവാള ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് ഈ കുതിർത്ത് വെച്ചത് എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുക. സവാള അല്ല കേട്ടോ പൊതുവേ ഞാൻ ഉപയോഗിക്കാറ്, ചെറിയുള്ളിയാണ്. അതായത് ഒരു മീഡിയം സൈസിലെ സവാളയ്ക്ക് പകരം ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ 1 കപ്പ് ചെറിയുള്ളി ഫൈനലി ചോപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചിട്ട് യൂസ് ചെയ്യാറാണ് ചെയ്യുക. ചെറിയുള്ളിക്കാണ് ഒന്നുകൂടി ടേസ്റ്റ് എന്ന് തോന്നാറുണ്ട്. ഏറ്റവും ചെറിയ ജാറിൽ ഈ കടലപ്പരിപ്പ് കുറച്ച് എടുത്തിട്ട് എന്ത് ചെയ്യുക, അരച്ചെടുക്കുക. വെള്ളം ഒട്ടും ചേർക്കരുത്. ഈ ഉഴുന്നുവടയും പരിപ്പ് വടയൊക്കെ ഫ്ലോപ്പ് ആവാതിരിക്കാനുള്ള ആകെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ജാറ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റുന്ന ജാറുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഫ്ലോപ്പ് ആവില്ല. ഇങ്ങനെ പൊടിയായിട്ട് അരക്കുക, ഭയങ്കര സോഫ്റ്റ് ആക്കരുത്. ഒന്ന് ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചത്. ഒട്ടും അരയാത്ത ജാറാണെങ്കിൽ പിന്നെ മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലോട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ അല്ലാണ്ട് ഇപ്പോൾ ഈ സവാളയും ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുക, മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കുക, അതായത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. പക്ഷേ എനിക്കിങ്ങനെ കടിക്കുന്നത് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. അതുപോലെ വേപ്പില ചെറുതായിട്ട് നുറുക്കുക, പക്ഷേ ആ മുറിച്ചിട്ട് റഫായിട്ട് ഇങ്ങനെ ഈ പരിപ്പൊടിയിൽ കാണുന്നതിനൊരു ഭംഗി, അതുകൊണ്ട് ഞാൻ മുറിച്ചിടാറാണ് വേപ്പിലയും അതുപോലെ ഉണക്കമുളകൊക്കെ. ശേഷം നമുക്ക് കായപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണാണ്. ചേർക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിച്ചാൽ പലർക്കും ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകും. സോ അത് കുറയ്ക്കാനുള്ള മെയിൻ ഇതിൽ കായപ്പൊടി ചേർക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇഞ്ചി നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ച് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ച പരിപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഉപ്പും പച്ചമുളകൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് കുഴക്കുക കേട്ടോ. ശേഷം കൈ ഒന്ന് നനച്ചിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൈ പത്തി കൊണ്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. സെൻറ്റർ പോർഷൻ തിക്കനായിട്ടും സൈഡ് നല്ല തിന്നായിട്ടും ഷാർപ്പ് എഡ്ജസ് ആയിട്ട് തന്നെ വരണം. ഇങ്ങനെ തന്നെ പരത്തി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കണ്ട എന്ന് പറയണത് ഇതുകൊണ്ടാണ്. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ കിട്ടണമെന്നില്ല. അതുപോലെ അരഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെ വരില്ല. വല്ലാണ്ട് അരഞ്ഞാൽ നമ്മുടെ നാടൻ തട്ടുകടയിൽ കിട്ടുന്ന പരിപ്പോടെ ടേസ്റ്റ് കിട്ടണമെന്നില്ല. സോ ഈ ചെറുതായിട്ട് കടിക്കുന്ന രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. നിങ്ങൾ ഷേപ്പ് നോക്കിയിട്ടുണ്ടാവും. അതായത് സൈഡിൽ നല്ല തിന്നാക്കി കൊടുക്കുക കേട്ടോ. ഇതാ പരിപ്പ് വടയൊക്കെ ഇപ്പോൾ ഷേപ്പ് ചെയ്ത് വെച്ചു. ഇനി ഒരു പാൻ എടുത്തിട്ട് നന്നായിട്ട് എണ്ണ ചൂടാക്കി കൊടുക്കുക. എണ്ണ നന്നായിട്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ശേഷം ഓരോന്ന് ചൂടായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമാണ് ഒന്നുകൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. സൈഡൊക്കെ ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. എങ്കിലും നമുക്ക് കരിയണില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഒരു ബ്രൗൺ കളർ വന്നാൽ എടുത്ത് മാറ്റി വെക്കാം. പറയാൻ വിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ഒന്ന് മേക്ക് ഷുവർ ചെയ്യണം വിള്ളലും ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. അതുപോലെ നല്ല ക്രിസ്പിയാണ്. ഇതിൽ കായപ്പൊടി ചേർക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ട് കടലപ്പരിപ്പിൻ്റെ. ആ ടേസ്റ്റ് ഇല്ലാണ്ടാക്കും. നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ തട്ടുകടയിൽ നിന്ന് വാങ്ങിക്കില്ല. അത്രയും ടേസ്റ്റാണ്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ 0 ചാൻസാണ് ഫ്ലോപ്പ് ആവുന്നതിന്. നമ്മൾ ഫ്ലോപ്പ് ആവുമോ എന്ന് പേടിച്ചിട്ടാണല്ലോ പല സ്നാക്കും ഉണ്ടാക്കാണ്ടിരിക്കുക. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ചാനൽ ലിങ്ക് അയച്ചു കൊടുക്കുക. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.